ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ബിഗ് ബില്യണിലേക്ക് 3 സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒരു SSD ഹാർഡ് ഡിസ്ക് സാംസങ്ങിൻ്റെ, അതുപോലെ തന്നെ നമ്മൾ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ കാഡി, അതായത് DVD വലിച്ചവിടെ ഹാർഡ് ഡിസ്ക് വെക്കാനുള്ള ഒരു കേസ്, അതുപോലെ നമ്മുടെ ചങ്ക് കൂട്ടുകാരനായ വിജീഷിനൊരു സർപ്രൈസ് ഗിഫ്റ്റുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ 3 കാണിച്ചു തരാം. അത് ഞാൻ പൊട്ടിക്കാൻ തോന്നിയത്. ഇതാണ് ഹാർഡ് ഡിസ്ക് എന്ന് എനിക്ക് തോന്നുന്നു. ആണ്, ഇത് തന്നെയാണ് ഹാർഡ് ഡിസ്ക്. ഇത് നമ്മുടെ കയ്യിലുള്ള ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ അതിനും ഒരു ഇതുണ്ട്. ഇതാണ് നമ്മുടെ DVD കാഡി. ഇത് 3 നമുക്കിത് അൺബോക്സ് ചെയ്ത് ഹാർഡ് ഡിസ്ക് എങ്ങനെയാണ് ലാപ്ടോപ്പ് വെക്കുന്നത്, അതുപോലെ DVD എങ്ങനെയാണ് ഹാർഡ് ഡിസ്ക് വെക്കുന്നത്, പിന്നെ നമ്മുടെ പയ്യൻ്റെ റിയാക്ഷൻ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എല്ലാം നമുക്കിപ്പോൾ നോക്കിയത്. 3 ദിവസമായിട്ട് ഇവരോട് ഗിഫ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് നടക്കുമായിരുന്നു. സംഭവം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഇവൻ എന്നെ കൊണ്ട് കുറെ പ്രെഡിക്റ്റ് ചെയ്യിച്ചു ഇതുവരെ. പക്ഷെ സംഭവം എന്താണെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞില്ല. വന്നിട്ട് പൊട്ടിച്ച് നോക്കിയിട്ട് പ്രെഡിക്റ്റ് ചെയ്താണോ അല്ലയോ തീരുമാനിച്ചാൽ മതി നാം പറഞ്ഞു. ഇപ്പം ഈ പാക്കേജ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒന്നിയൊരു മെമ്മറി കാർഡ് അല്ലെ ഒരു ടെമ്പർ ഗ്ലാസ് അത്രയ്ക്കേ ഉള്ളൂ അതിൻ്റെ ആ കാര്യം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചെറുക്കൻ കത്രിയൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരും അൺബോക്സിങ് കത്തിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആ സംഭവം ഇല്ലാത്തതുകൊണ്ട് ചെറുക്കൻ കത്രി എടുത്ത് സാധനം എല്ലാം കട്ടിൽ നിരത്തി ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഹാർഡ് ഡിസ്ക് ആദ്യമായിട്ടാണ് ഞാനൊരു SSD പൊട്ടിക്കുന്നത് തൊടു. ഇതാണ് SSD. സാംസങ്ങിന്റെ ആണ് കേട്ടോ. ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സിന് അവര് എനിക്ക് 5000 രൂപയാണ് ഫ്ലിപ്കാർട്ടിലെ സെല്ലിംഗ് പ്രൈസ്. അതിൽ നിന്ന് എനിക്ക് 2960 രൂപ കിട്ടി. എനിക്ക് സാധനം ചുറ്റി കാണിക്കട്ടെ. ഇതാണ് SSD കവറ്. അപ്പോൾ നമുക്ക് ഈ കവർ തുറന്ന് നമ്മുടെ SSD കാണാം. എനിക്കത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പെട്ടെന്ന് വാ മച്ചം വരെ. നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു സ്റ്റിക്കറുണ്ട്. അത്രയൊരു സ്റ്റിക്കറുണ്ട്, അത് നമ്മൾ ആദ്യം കാണണം. പൊട്ടിയില്ല, കഷ്ടപ്പാടാണ്. അപ്പോൾ ഓക്കെ, സാധനം ഇപ്പോൾ വരും. ഡാമേജ് ഒന്നും കാണില്ല. ഇതാണ് അതിൻ്റെ പേപ്പർ. എടുത്ത് മാറ്റി. സാധനം എന്തേണ്ട ഗൈസ്, 250 GB സോളിഡ് സ്ട്രേറ്റ് ഡ്രൈവ്. ഇത് വെച്ച് നമ്മൾ കമ്പ്യൂട്ടർ ഒരു പറപ്പിക്കും ഗൈസ്. ഇനി മാനവന്റെ കമ്പ്യൂട്ടർ പറക്കും. ഒരു സത്യം ഞാൻ പറയട്ടെ, ഹാർഡ് ഡിസ്കിന്റെ പകുതി വെയിറ്റ് പോലും ഇതിനില്ല. നമ്മളൊരു പെൺഡ്രൈവ് കൈപ്പിടിക്കുന്ന ലാഘവത്തോടെ നമുക്കിത് പിടിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം കൂടിപ്പോയ 50 ഗ്രാം അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഗൈസ് ഒട്ടും വെയിറ്റ് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സാധനം പൊട്ടിക്കാം, DVD കാഡി. അപ്പം നമ്മുടെ DVD കാഡി നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത്. ഇനി ഇങ്ങനെ തന്നെ പറയുന്നുണ്ടോ നല്ല വിശ്വാസം. DVD കാഡി ഇത് ഉച്ചയ്ക്ക് വന്ന സാധനമാണ്. ഹാർഡ് ഡിസ്ക് ഇപ്പോഴാണ് വന്നത്. നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇത് നമ്മളെങ്ങനെ അഴിക്കും? ഞാൻ പിടിക്കാം ഒരു ഇതാണ് സാധനം. പൊട്ടിക്കാനെങ്ങനെ? DVD കാഡി. ഇതാണ് കാഡി. ഇതെല്ലാം നമുക്ക് കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യണം. ഇപ്പം എല്ലാം നിങ്ങളെ നമ്മൾ കാണിച്ചു തരും. സ്ക്രൂ ഉണ്ട്, സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, സംഭവം. ഇതിൻ്റെ കൂടെ സ്ക്രൂവും സ്ക്രൂ ഡ്രൈവറും കിട്ടുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു മൂവ്മെന്റ് ആണ് അവർ നടത്തിയത്. ഇത് രണ്ടാമത്തെ സാധനം. നമ്മളൊന്ന് ഹാർഡ് ഡിസ്ക് അയച്ചപ്പോഴും നമുക്കുണ്ടായിരുന്നു സ്ക്രൂ ഡ്രൈവർ. നമ്മുടെ എനിക്കുള്ള ഗിഫ്റ്റ് അത് ഞാൻ തന്നെ പൊട്ടിപ്പിക്കും. അപ്പോൾ ഗൈസ്, അവന് ഞാൻ മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോകണം. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല എന്താണെന്ന്. ഇതാ പൊട്ടിക്കുന്നു. പൊട്ടിച്ചോ. അവന് ഇഷ്ടപ്പെടുകയില്ല എന്ന് എനിക്കറിയത്തില്ല. സ്റ്റോറേജ് ഇല്ലെന്നുള്ള ഒരു വിഷയം കൊണ്ട് എന്റെ ബ്ലോഗിങ് പലതും പലരുടെ ഫോണിൽ എടുക്കുന്നതെന്ന് ഇവരറിയാം. ഞാനത് കുറെ തവണ ഞാൻ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് പലതവണ പത്തനംതിട്ടയ്ക്കൊക്കെ പോയായിരുന്നു. ഈ സെയിം സാധനം ഞാൻ കണ്ടത്. ഞാൻ ഇവന് ഇതിന്റെ തന്നെ സാംസങ്ങിന്റെ 64 ഞാൻ ഇവരോട് പറഞ്ഞായിരുന്നു ഭയങ്കര വിലക്കുറവാണ്.
നമുക്കൊരു സന്തോഷം, അവരൊരു സന്തോഷം. സത്യം പറഞ്ഞ ഈ സാധനം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ടെമ്പർ ഗ്ലാസോ അല്ലെങ്കിൽ വല്ല മൊബൈൽ കേസോ ഒക്കെ. നിന്നോട് പറഞ്ഞില്ല നിനക്ക് ഉപകാരപ്പെടുന്ന സാധനമാണ്. നമുക്കിത് ഊരിയെടുക്കാം. അതിൻ്റെ കൂടെ ഒരു SanDiskന്റെ 32 GB മെമ്മറി കാർഡും SD കാർഡ് അഡാപ്റ്ററുമാണ്. അതെ പറയാൻ കാർഡ് വീട്ടിലുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും. വെട്ടത്തിനൊക്കെ ഇച്ചിരി സീനുണ്ട്, അത് കുഴപ്പമില്ല. 32 GB മെമ്മറി കാർഡ് എങ്ങനെ നന്ദി പറയണേ, അതൊരു വിഷയമല്ല. അപ്പോൾ ഐശ്വര്യമായിട്ട് ഞാൻ മെമ്മറി കാർഡ് കൊണ്ടോട്ടെടുത്ത് കേട്ടോ. ഇപ്പോഴേ റേഡിയേഷൻ കാണിച്ചല്ലോ, സ്റ്റോറേജ് സൈസ് അടിക്കുന്നുണ്ട്. ഇനി ഫുൾ വ്ലോഗിങ് പൊളിക്കും നമ്മൾ. പോർട്ടബിൾ സ്റ്റോറേജ്, യെസ്, SanDisk. എടുത്തിട്ടുണ്ട് മെമ്മറിക്കാർഡ്, ഫോൺ കിട്ടു, സംഭവം സെറ്റ്. അപ്പോൾ നമുക്കിനി ബാക്കിയിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ലാപ്പ് പൊളിക്കും മക്കളെ. ലാപ്ടോപ്പ് എടുക്കുകയാണ്. നമ്മൾ ഇനി പുറക്കും ലാപ്പ്. അപ്പൊ നമുക്ക് നേരെ സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ ലാപ്പ് അഴിക്കാം. അതിന് മുമ്പ് ആദ്യം നമ്മൾ ബാറ്ററി അഴിക്കണം. മച്ചാമരെ നമ്മളെപ്പോൾ ലാപ്പ് പുറവശം അല്ല ലാപ്പിൻ്റെ കേസ് അഴിക്കുന്നോ, എന്ത് അകത്തു നിന്ന് ഹാർഡ്വെയർ ആയിട്ട് അഴിക്കുകയാണെങ്കിലും ബാറ്ററി ഊരിയിട്ട് മാത്രമേ അഴിക്കാവൂ, അല്ലെങ്കിൽ ഷോർട്ടേജ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പല ലാപ്പിലും സ്ക്രൂസൊക്കെ ബാറ്ററി കേസിൻ്റെ അകത്ത് വരെ കാണാൻ സാധ്യതയുണ്ട്. പല ലാപ്പ് അഴിക്കുന്ന രീതിയും വ്യത്യാസമുണ്ട്. ചില ലാപ്പിൻ്റെ ഫ്രണ്ടിലായിരിക്കും ഹാർഡ് ഡിസ്കിന് വേണ്ടി ഒരു കേസ് കാണും, അത് മാത്രം അഴിച്ചാൽ മതി. നമ്മുടെ ലാപ്പിൽ ഫുള്ള് ബാക്ക് വശം അഴിക്കണം. അപ്പോൾ നമ്മുടെ പയ്യൻ അതാണ് അഴിക്കുന്നത്. നമുക്ക് അഴിച്ചിട്ട് കാണാം. പിന്നെ ഇലക്ട്രോണിക്സ് ഒരു അത്യാവശ്യം അറിയാവുന്ന ഒരാളെ കൊണ്ട് വേണം ലാപ്പ് അഴിപ്പിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അതുപോലെ കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളവർ സ്വന്തമായിട്ട് അഴിക്കാൻ മുതിരല്ല ഒരിക്കലും ലാപ്ടോപ്പ്. കാരണം ചെറിയ ചെറിയ സ്ക്രൂകളാണ്, അത് ഒരെണ്ണം കാണാതെ പോയാലും നമുക്ക് ഭയങ്കര പണിയായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് അഴിക്കാം. അപ്പോൾ കഴിച്ച് നമ്മൾ ലാപ്പിൻ്റെ പുറവശം സ്ക്രൂ എല്ലാം അഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലാപ്പിൻ്റെ ഫ്രണ്ട് വശമാണ് അഴിക്കേണ്ടത്. ഇവിടെ നമ്മളൊരു ATM കാർഡോ അല്ലെങ്കിൽ ID കാർഡൊക്കെ ഉണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഇടയ്ക്കൂടെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തെടുത്താൽ മതി. അന്നേരം അതിൻ്റെ ലോക്കാണ് അതിനകത്ത്. ആ ലോക്ക് അങ്ങ് തുറന്നു വരും. എന്നിട്ട് നമുക്ക് ലാപ്പിൻ്റെ ഇവിടെ അങ്ങ് തുറന്നാൽ മതി ബോഡി. ഇത് HP ലാപ്പായതുകൊണ്ടാണ് ഇങ്ങനെ. ചില വേറെ ലാപ്പിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മളിത് തുറക്കുവാണ്. നമ്മൾ ATM കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് പൊക്കിയാൽ മതി. എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള സ്ട്രിപ്പ് കറക്റ്റായിട്ട് ഊരണം. അത് തുറക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഒരു മേളത്തെ പാനൽ അഴിച്ചിട്ടുണ്ട്. HP ഒക്കെയാണ് ഇങ്ങനെ അഴിക്കുന്നത്. ബാക്കി പല ലാപ്പിൻ്റെയും പുറകിലുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം എല്ലാ ലാപ്പും ഒരുപോലല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. അതിൻ്റെ അടി സ്ട്രിപ്പ് ഉണ്ട്, അത് കാണാം. അവിടെ മൗസിൻ്റെയും പവർ സപ്ലൈയുടെയും കീബോർഡിൻ്റെയും സ്ട്രിപ്പ് ഉണ്ട്. അത് ഊരിയെല്ലാം നമുക്ക് ആ പാനൽ ഊരി എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ജസ്റ്റ് ഊരി അങ്ങ് എടുത്താൽ മതി. വയർ ഊരുന്നവരെ സൂക്ഷിച്ച് ഊരണമെന്നേ ഉള്ളൂ. നമ്മളിന്നാൾ ഈ കീബോർഡൊന്ന് ഊരി വിട്ടായിരുന്നു. ഇതുപോലെ കീബോർഡ് കംപ്ലൈൻ്റ് ആയിരുന്നു. വേറെ കീബോർഡ് വെക്കാൻ ഇതാണ് കീബോർഡും മൗസും ഇരിക്കുന്ന ആ ഒരു ഭാഗം. ഇതാണ് ലാപ്പിൻ്റെ ഒരു എന്താ പറയുന്നത് ഹാർഡ്വെയർ ഭാഗം. അപ്പം നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇതാണ് സാധനം. ഇനി ഇത് നമുക്ക് നൈസായിട്ട് ഊരി എടുക്കണം.
ഹാർഡ് ഡിസ്കിൻ്റെ സ്ക്രൂ ആ കേസ് നമ്മൾ അതിനകത്തിരിക്കുന്ന കേസ് കളയല്ലേ, അത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യേണ്ടതാണ്. കേസ് നമ്മളപ്പോൾ ഹാർഡ് സ്ക്രൂവാണ്, അതിൻ്റെ സ്ക്രൂസ് നമ്മൾ കറക്റ്റായിട്ട് ഊരണം. ആ സ്ക്രൂ ഒന്നും കളയില്ല, നമുക്ക് വീണ്ടും ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉള്ളവർ ട്രൈ ചെയ്യാവൂ, വലുതൊന്നും വെച്ച് ചെയ്യില്ല, കാരണം അതിൻ്റെ പിരി വെട്ടിപ്പോവും. ഇച്ചിരി സാറ്റ പോർട്ടാണിത്, സാറ്റ പോർട്ട് എന്നാണ് ഇതിന് പറയുന്നത്. നമ്മളിപ്പോൾ സാറ്റ ഹാർഡ് ഡിസ്ക് തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്, SSD. ഇത് ഇതിൻ്റെ ഇൻബിൽറ്റ് ഹാർഡ് ഡിസ്ക് 1 GB 1 GB. ഇനി നമ്മുടെ SSD വെക്കാം. ഇത് കണ്ടോ, ഈ ഹാർഡ് ഡിസ്ക് ഇത് ഞാൻ പിടിക്കുന്ന ഒരു ഇത് കണ്ടോ, ഇത് എനിക്ക് ഒരു വിരലയിൽ ബാലൻസ് ചെയ്യാനൊരു ഒരു പ്രശ്നം കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടോ, സിമ്പിൾ, നിസാരം, ഒരു വെയിറ്റ് നമുക്കത് വെക്കാം. അപ്പോൾ നമുക്ക് ഞാൻ ഹാർഡ് ഡിസ്ക് SSD നമുക്ക് നമ്മുടെ ലാപ്പിലോട്ട് സെറ്റ് ചെയ്യാം. ഗൈസ് കയറൂ. ഗൈസ് നമ്മുടെ SSDയുടെ സ്ക്രൂ തന്നെ വേണം അകത്തായിട്ട് മുറുക്കാൻ, ചിലപ്പോൾ മാച്ചിങ് ആവാതെ വരുന്നുണ്ട്. നമ്മൾ ഈ ലാപ്പിൻ്റെ സ്ക്രൂ ഒന്നും കളയല്ലേ, എപ്പോഴേലൊക്കെ നമുക്ക് ആവശ്യം വരും. ഗൈസ് നമ്മളിപ്പോൾ ഹാർഡ് ഡിസ്ക് ഇപ്പം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലാപ്പിനകത്ത് എല്ലാം സെറ്റ് ചെയ്യണം. ഇനി നമ്മൾ ഓണാക്കി നോക്കണം. അതിന് പിന്നെ നമുക്ക് കീബോർഡ് പഴയ പോലെ സെറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു ട്രയൽ നോക്കണം. കീബോർഡ് ഇനി നമ്മളൊന്ന് സെറ്റ് ചെയ്യുവാണ്, കാണിക്കുന്നില്ല. നമ്മളപ്പം അത് ജസ്റ്റ് ലാപ്പ് ഓണാക്കി നോക്കിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഹാർഡ് ഡിസ്കിനകത്ത് ബൂട്ട് ഔട്ട് മീഡിയ ഒന്നും ഇല്ലെന്നാണ് എഴുതി കാണിച്ചത്. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യണം ഇനി വിൻഡോസ് 10. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വേണമെങ്കിൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളപ്പോൾ നമ്മുടെ ആ ഒരു കീബോർഡ് മൗസ് പാനലുണ്ടല്ലോ, അത് നമ്മൾ വീണ്ടും തിരിച്ച് ലോക്കൊക്കെ ഇട്ട് വെക്കുകയാണ്. എന്നിട്ട് ബാക്കിലത്തെ സ്ക്രൂ ഇനി സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അത് ചെയ്തിട്ട് കാണാം. DVD കാർഡ് എങ്ങനെയാണ് വെക്കുന്നത്. നമ്മുടെ DVD കാർഡ് നമ്മൾ സെറ്റ് ചെയ്യുവാണ്. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം. ആദ്യം പറയാൻ പറ്റും, സോറി. നമ്മൾ ഈ DVD ഡ്രൈവിൻ്റെ ഈ പോർഷൻ ഉണ്ടല്ലോ, DVD ഡ്രൈവിൻ്റെ ഈ പോർഷനിൽ ഇവിടെ ആയിട്ട് ഒരു സ്ക്രൂ ഉണ്ട്, അത് നമ്മൾ അഴിച്ച് കാർഡിൽ സെറ്റ് ചെയ്യണം. കാർഡിയുടെ ഇവിടെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതാണ് സാധനം. ഇത് നമ്മുടെ ലാപ്പിൽ നമ്മുടെ ഹാർഡ് ഡിസ്ക് നമ്മൾ. പിന്നെ ഓരോ ലാപ്പിന് DVD ഡ്രൈവിൻ്റെ സൈസ് തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഇതിപ്പോൾ 9 ഇഞ്ചിൻ്റെ ആണ്, പഴയ ലാപ്പിൻ്റെയൊക്കെ 12 ഇഞ്ചിൻ്റെ ഉണ്ട്. അത് നമ്മൾ നോക്കി മേടിക്കണം, ഫ്ലിപ്കാർട്ടിലോ ആമസോണിലാണ്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറ്റി വെച്ചാൽ മാത്രം മതി സംഭവം. നമ്മൾ ഈ ഡോർ എടുത്ത് നമ്മൾ ഈ കാർഡിയെ സെറ്റ് ചെയ്യണം. എന്നാല് ആ ഒരു ഫിനിഷിങ് വരും. അവിടെ ജസ്റ്റ് കുത്തി മതി, ലോക്കം കണ്ടോ, ഇത്രേ ഉള്ളൂ കാര്യം. അതിൻ്റെ അകത്ത് ലോക്കുണ്ട്. ഇനി മൂലക്കായിട്ട് ലോക്കുണ്ട്. ജസ്റ്റ് അമക്കി ആ ലോക്കൊന്ന് നമുക്ക് കൊടുക്കാം. അത് അഴിച്ച് അത് ലോക്കൊന്ന് ഊരി വിട്ടാൽ മതി. നമ്മൾ ഡോർ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിലൊരു ഓവർലാപ്പിംഗ് കവറുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഊരുക. ഡോർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മേളിലുണ്ടായിരുന്ന നീല കോട്ടിങ് സംഭവം എല്ലാം പറിച്ചു കളഞ്ഞിട്ടുണ്ട്. പിന്നെ ആ സാധനം ഞാൻ അതിൽ വെച്ച് തിരിച്ചായിരുന്നു, അത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഈ DVD ഡ്രൈവിൻ്റെ ആ സ്ക്രൂ ഒക്കെ വരെ വെച്ചിട്ടുണ്ട്. പിന്നെ ഹാർഡ് ഡിസ്ക് നമ്മളിട്ട് ഡോറും സെറ്റ് ചെയ്തു. നമുക്ക് ലാപ്ടോപ്പിലോട്ട് വെക്കാം. നമുക്ക് ലാപ്ടോപ്പിനകത്തോട്ട് സാധനം ജസ്റ്റ് ഒന്ന്
കെട്ടി വെച്ചത്. പെർഫെക്ഷൻ. പെർഫെക്റ്റ്. ഇനി സ്ക്രൂ ചെയ്യണം. സോറി. 2 സ്ക്രൂ ആണ്, ഒരെണ്ണമല്ല. സ്ക്രൂ ഒന്നും കളയില്ല, നമ്മളത് വെച്ചില്ലെങ്കിൽ. ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കുന്നതിന് മുമ്പ് എല്ലാം മുറുക്കം ഉണ്ടോ എന്ന് അപ്പോൾ നമുക്കിനി എല്ലാം ചെക്ക് ചെയ്തിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ലാപ്പിൽ SSD സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്ത് വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ബൂട്ടബിൾ മീഡിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഹാർഡ് ഡിസ്കിനകത്ത്, വേറൊരു പോർട്ടബിൾ ഹാർഡ് ഡിസ്കിനകത്ത്. എന്നിട്ട് വിൻഡോസ് 10 നമ്മൾ ബൂട്ടബിൾ ചെയ്ത് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുവാണ്. നമുക്കിനി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട് കാണാം. നമ്മൾ ലാപ്ടോപ്പിനകത്ത് SSD ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കപ്പോൾ അത് ബൂട്ടബിൾ ടൈം ഒക്കെ എത്ര നേരം എടുക്കുന്നുണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ലാപ്പ് ഓൺ ചെയ്യുവാണ്. ഇപ്പോൾ ലാപ്പ് ഓണായി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം എത്ര നേരം കൊണ്ട് കമ്പ്യൂട്ടർ ബൂട്ടായി വരുന്നത്. ഒരു 20 സെക്കൻഡിനുള്ളിൽ എങ്ങനെയാണ് ബൂട്ടായി വരിക എന്ന് ഉറപ്പാണ്. ഹലോ, കമ്പ്യൂട്ടർ ബൂട്ടായി കഴിഞ്ഞു. ലോക്ക് ആയി കഴിഞ്ഞു. ഓക്കെ, ഇത്ര ഉള്ള സമയം. എങ്ങനെ 20 സെക്കൻഡിനുള്ളിൽ ഓൺ ആകുന്നുണ്ട്. ഞാൻ ടൈമർ വെച്ച് നോക്കിയതാണ്. 20 സെക്കൻഡിനുള്ളിൽ ലാപ്ടോപ്പ് എങ്ങനെ ഓൺ ആയി വരുന്നുണ്ട്. നമുക്ക് SSDയുടെ ഫാസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഞാനാണെങ്കിൽ ഇന്ന് 21 ടാബോളം ഓപ്പൺ ചെയ്ത് പല ബ്രൗസറിലായിട്ട് ഓപ്പൺ ചെയ്ത് യൂട്യൂബ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ പ്ലേ ചെയ്ത് പല ടാബ് ഇട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നോക്കി. അന്നേരം ഒരു ഹാങ്ങോ ലാഭോ ഇല്ലാതെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നേരത്തെ പഴയ ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുമ്പോൾ ഇത്രയും ടാബൊക്കെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ലാപ്പ് നല്ലൊരു ഹാങ് ആവില്ല. ആ ടാബ് വീണ്ടും എടുക്കുമ്പോൾ ഇങ്ങനെ സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുമായിരുന്നു. അതിനകത്ത് അങ്ങനെ ഒരു ഹാങ്ങോ ലാഭം ഫീൽ ചെയ്യുന്നൊന്നും തോന്നുന്നില്ല. ചെറിയ ഇതുകൊണ്ട് നമുക്ക് തോന്നില്ലായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് സാംസങ്ങിൻ്റെ SSD വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വീഡിയോയിൽ ആയിക്കോട്ടേക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.